നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് കുറച്ച് ദിവസം മുന്നേ Dream11 പോലത്തെ ഈ പൈസ വെച്ച് കളിക്കുന്ന ബെറ്റിംഗ് ആപ്സും ഫാന്റസി സ്പോർട്സ് ആപ്പും അതൊക്കെ ബാൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു കാര്യത്തിൽ എനിക്കൊരു ആർഗ്യുമെന്റ് പറയാനുണ്ട്. ഇത് കേൾക്കുമ്പോൾ വിചാരിക്കും ഇവനെന്താ ഭ്രാന്താണോ, അൺപോപ്പുലർ ഒപ്പീനിയനൊക്കെ എന്തിനോ പറയണമെന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. പക്ഷേ ഒന്ന് ഇരുന്ന് ഇതൊന്ന് കേൾക്കുക, എന്നിട്ട് ചിന്തിക്കുക. ഇത്തരം ബെറ്റിംഗ് ആപ്പുകളൊക്കെ ബാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ പറയുന്ന മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു അഡിക്ഷൻ പോലെയാണ്. ഇത് കാരണം ഒരുപാട് സാമ്പത്തിക നഷ്ടം ആൾക്കാർക്ക് ഉണ്ടാവുന്നു എന്നാണല്ലോ. ഈ സാമ്പത്തിക നഷ്ടം എന്ന് പറയുന്നുണ്ടല്ലോ. ഈ ബെറ്റിംഗ് ആപ്പ് കൊണ്ട് മാത്രമാണോ ആൾക്കാർക്ക് സാമ്പത്തിക നഷ്ടം ഉണ്ടാവുന്നത്? ആൾക്കാർ ലോൺ എടുത്ത് ബിസിനസ് ചെയ്ത് സാമ്പത്തിക നഷ്ടം ഉണ്ടാവുന്നില്ലേ? അതുപോലെ കർഷകർ സാമ്പത്തിക നഷ്ടം കൊണ്ട് ആത്മഹത്യ ചെയ്യുന്നില്ലേ? അപ്പോൾ ഗവൺമെൻറ് നാളെ വന്നിട്ട് ഈ ബാങ്കുകാരനെയും ലോൺ കൊടുക്കുന്നതൊക്കെ ബാൻ ചെയ്യുമോ? ഇല്ലല്ലോ. ഇനി സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ കാര്യം എടുത്താൽ സ്റ്റോക്ക് മാർക്കറ്റിൽ സാമ്പത്തിക നഷ്ടമില്ലേ? സെറോദിൻ്റെ CEO തന്നെ വന്നിട്ട് പറയുന്നത് 90% ആൾക്കാരും നഷ്ടത്തിലാണ് ഈ സ്റ്റോക്ക് മാർക്കറ്റിലുള്ള എന്നാണ് അവർ പറയുന്നത്. 90% നഷ്ടത്തിലാണെങ്കിൽ അപ്പോൾ അത് ബാൻ ചെയ്യോ? ഇല്ലല്ലോ. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം? റെഗുലേറ്റ് ചെയ്യണം. ആരാണ് സ്റ്റോക്ക് മാർക്കറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്നത്? സെബി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏജൻസി അല്ലേ. ആർക്കും തോന്നിയ പോലെ സ്റ്റോക്ക് വാങ്ങും വെക്കും കയറ്റും കുറയ്ക്കൊന്നും ചെയ്യാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? സെബി അത് റെഗുലേറ്റ് ചെയ്യുന്നതുകൊണ്ടല്ലേ. ഇതേ കാര്യം നമ്മൾ ഈ ബെറ്റിംഗ് ആപ്സിൻ്റെ കാര്യത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും? നമുക്ക് ഈ ഒരുപാട് സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുന്നത് കുറയ്ക്കാം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ അയാളുടെ ആധാറും പാനൊക്കെ നോക്കി വെരിഫൈ ചെയ്തിട്ട് അക്കൗണ്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഈ ആപ്പുകളെല്ലാം കൂടി ലിങ്ക് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഒരു ലിമിറ്റ് വെക്കുക. ഒരാൾക്ക് 24 മണിക്കൂറിൽ ഒരു 1 lakh ഈ ബെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇതിൽ കളിക്കാൻ പറ്റുള്ളൂ എന്ന് വെക്കുക. അപ്പോൾ പിന്നെ സാമ്പത്തിക നഷ്ടം ഇല്ലാതാക്കാമല്ലോ. എത്ര എളുപ്പമാണ് കാര്യം. ഇനി അടുത്തത് അഡിക്ഷൻ്റെ കാര്യമാണ്. ഗാംബ്ലിംഗ് അഡിക്ഷൻ എന്നുള്ളത് ശരിക്കുള്ള സംഭവമാണ്. അപ്പോൾ എന്ത് ചെയ്യണം? ടാക്സ് കൂട്ടണം. ഈ ഒരു ലോട്ടറി അടിച്ചു, എത്ര രൂപ ഫുൾ എമൗണ്ട് കിട്ടുമോ? ഇല്ലല്ലോ, പിടിച്ചിട്ടല്ലേ കിട്ടുള്ളൂ ടാക്സ്. അതുപോലെ നിങ്ങൾ ടാക്സ് കൂട്ടിക്കോ, 40% കിട്ടോ. വിന്നിങ്ങിൻ്റെ 40% ഗവൺമെൻറ് കൊണ്ടുപോട്ടെ. എന്നിട്ട് ആ 40%ത്തിൽ നിന്ന് ഓരോ താലൂക്കിലും ഡി അഡിക്ഷൻ സെൻറ്റർ സ്റ്റാർട്ട് ചെയ്യട്ടെ. അങ്ങനെയല്ലേ ചെയ്യേണ്ടത്. നിങ്ങളുടെ വിചാരം ഈ ആപ്പൊക്കെ ബാൻ ചെയ്താൽ നാളെ തൊട്ട് ഈ ഗാംബ്ലിംഗ് ഒന്നും ഇല്ല എന്നാണ്? ഈ സ്പോർട്സ് ബെറ്റിങ്ങിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? ഈ ആപ്പുകളൊക്കെ വരുന്ന മുന്നേ ആൾക്കാർ എങ്ങനെ ബെറ്റ് ചെയ്തുകൊണ്ടിരുന്നു? ഇല്ലീഗൽ ഈ മാഫിയകൾ നടത്തുന്ന ബെറ്റിങ്ങിലല്ലേ അവരൊക്കെ ചെയ്തുകൊണ്ടിരുന്നു, ഫോണൊക്കെ വിളിച്ചിട്ട്. അപ്പോൾ ഇത്തരം ആപ്പുകൾ ബാൻ ചെയ്യുന്നത് വഴി ഇവർ ആക്ച്വലി ഈ മാഫിയകളെ സഹായിക്കുകയാണ്. ഈ ബെറ്റിംഗ് മാഫിയകളിലെ ആക്ച്വലി അവർക്ക് ആൾക്കാർ ഇനി കൂടുകയാണ് ചെയ്യുക. മദ്യം നിരോധിച്ചു കഴിഞ്ഞാൽ വ്യാജമദ്യം കൂടും. സിമ്പിൾ ലോജിക് അല്ലേ ഇത്. ഇനി ഈ ബെറ്റിംഗ് ആപ്പൊക്കെ ലീഗലാക്കിയാൽ നമുക്ക് എന്താ ഗുണം എന്ന് ചോദിക്കുന്നവരുണ്ടാവും. പറഞ്ഞുതരാം. ബെസ്റ്റ് എക്സാമ്പിൾ ISL എടുത്തോ. ഈ വർഷം പുതിയ സീസൺ ഉണ്ടാവുമോ എന്നറിയില്ല. ആൾക്കാരൊക്കെ ടീമുകളൊക്കെ പിരിച്ചു വിട്ടു തുടങ്ങിയ ആൾക്കാരനെ. അപ്പോൾ ഈ സ്പോർട്സ് ലീഗിനെ ഗ്ലാമറസ് ആക്കാൻ എന്ത് ചെയ്യണം? കുറെ പുതിയ ആൾക്കാരനെ എടുക്കണം. പുതിയ ഫേമസ് ആയിട്ടുള്ള കുറച്ച് ആളിനെ കൊണ്ടുവരണം. അതിന് എന്ത് വേണം? സ്പോൺസർഷിപ്പ് വേണം. ആരാണ് ഏത് സ്പോർട്സ് ലീഗോ എന്തോ എടുത്തോ ആരായിരിക്കും സ്പോർട്സ് ലീഗിൽ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുക, ഏറ്റവും കൂടുതൽ സ്പോൺസേഴ്സ് ആയിട്ട് വരിക? ബെറ്റിംഗ് കമ്പനീസ്. ബെറ്റിംഗ് ആപ്സിന്റെ ടാർഗറ്റ് ഓഡിയൻസ് അല്ലേ ഈ സ്പോർട്സ് ഫാൻസ്. അപ്പോൾ അവർ എന്തായാലും അതിൽ സ്പോൺസർഷിപ്പിൽ വരും. അങ്ങനെയല്ലേ ഇത് ഡെവലപ്പ് ചെയ്യുക.